ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാം. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു, നിങ്ങൾ കണ്ടിനോന്നറിയില്ല. പയരോടിയൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അതിപ്പോൾ ആയിട്ടുണ്ട്, പറിക്കാനെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അത് പറിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ആ വീഡിയോ കാണാത്തവരുണ്ടൊന്ന് പോയി കാണണം. ഈ വീഡിയോൻ്റെ കമൻറ്റിൽ ഞാൻ ആ വീഡിയോ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ. എന്താ നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ചെറുപയർ. അതിൽ കറുപ്പ് കളറിലുള്ളതാണ് ഇപ്പം ആയിട്ടില്ലത്, നമുക്ക് പറിക്കേണ്ടത്. പച്ച കളറിലുള്ളത് ആയിട്ടില്ല. ഇതിപ്പോൾ ഇവര് ആയത് നോക്കിയിട്ട് ഇവിടുന്ന് പറിക്കുന്നുണ്ട്. ഇവര് മാത്രമല്ല, ഇപ്പൊ കണ്ടത്തിൽ പയരോടെ എല്ലാ ആൾക്കാരും പറിക്കുവാക്കുകയും ചെയ്യുന്നുണ്ട് കണ്ട. പിന്നെന്ന് വെച്ചാൽ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ വീഡിയോ ആയിരിക്കൂല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പയര് പറിക്കുന്നത് ഒരു ദിവസം, പിന്നെ അത് ഉണക്കിയിട്ട് കുറച്ച് ദിവസം ഉണക്കാൻ നമ്മൾ വെക്കും. പിന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ തല്ലുവാക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് പാറ്റിയിട്ടാണ് ചെറുപയരെടുക്കുന്നത്. അതാ ഇത് മമ്പയരാണ് കേട്ടോ. ഇതിപ്പോൾ ഉണങ്ങിയിട്ടില്ല. നമ്മൾ ചെറുപയർ വരയ്ക്കുന്ന സമയം എന്താ ഈ മമ്പയർ ഉണങ്ങിയിട്ടില്ല. അപ്പം എന്ന് വെച്ചാൽ അത് ഉണങ്ങിയിട്ട് പറിക്കുന്നതെല്ലാം വേറെ ദിവസമായിരിക്കും. അപ്പം അത് ഉണക്കാൻ വെക്കണം, തല്ലണം. അപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ആയതുകൊണ്ട് ഇത് ഒരു ദിവസത്തെ വീഡിയോ ആയിരിക്കില്ല, കുറേ ദിവസത്തെ വീഡിയോ ആണ്. ഇതിപ്പോൾ ഇവർ ഇരുന്ന് പറിക്കുന്നുണ്ട് കണ്ട. ഇതാണ് മൂത്തത്. ഇതിൻ്റെ ഉള്ളിലാണ് ചെറുപയർ ഉള്ളത്. അപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് ബാക്കിയുള്ളതും ഇങ്ങോട്ട് ഇപ്പം പറിക്കാം. ഇത് നമ്മൾ പറിച്ചിട്ട് വന്ന ചെറുപയറെല്ലാം ഇപ്പം വെയിലത്ത് ഉണക്കാനിട്ടിട്ടാണുള്ളത്. നല്ല വെയിൽ വേണം കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിൽ ഇതേപോലെ പൊട്ടിത്തെറിച്ചിട്ട് നമുക്ക് കിട്ടും. കാണുന്നില്ലേ? പിന്നെ ഈ കാണുന്നത് എന്താണെന്നറിയാം, ഇത് മമ്പയറാണ് കേട്ടാ. മമ്പയർ പറിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അത് ചെറുപയർ പറിച്ച പോലെ തന്നെ മൂത്തത് നോക്കിയിട്ട് നമ്മളിങ്ങോട്ട് പറിച്ചെടുക്കുകയെന്ന് ചെയ്യുക. പിന്നെ അത് വെയിലത്തിട്ടിട്ട് ഉണക്കുകയെന്ന് ചെയ്യാം. ഇതിപ്പം വെയിലത്തിട്ട് ഉണക്കിയ ചെറുപയർ തല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുപയർ പുറത്തേക്കായിട്ട് കിട്ടും. വെയിൽ കൊണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെറുപയർ വേറെ ചണ്ടി വേറെ ആയിട്ട് കിട്ടും കേട്ടാ. കണ്ട, തല്ലുമ്പം തന്നെ അത് തെറിക്കുന്നുണ്ടോ ചെറുപയർ. അപ്പം നമ്മളതിൽ നിന്ന് നമുക്ക് വേറെ ആയിട്ട് കിട്ടും. പിന്നെ അത് നമ്മൾ എടുത്തിട്ട് പാറ്റുവാന്ന് ചെയ്യുക തടുപ്പയിൽ. അതാണ് ഈ തടുപ്പാന്ന് വെച്ചാൽ മുറന്നാന്ന് തോന്നുന്നു പിന്നെ പറയുന്നത്. എനിക്ക് ശരിക്കും അറിയില്ല. ഇതിങ്ങനെ തടുപ്പയിൽ പാറ്റുമ്പോൾ അതിൻ്റെ ചണ്ടി വേറെ ചെറുപയർ വേറെ ബാക്കിയുള്ള കച്ചറിയിലും വേറെ ആയിട്ട് നമുക്ക് കിട്ടും. ചെറുപയർ തല്ലിയ പോലെ തന്നെ മമ്പയരും തല്ലുന്നുണ്ട്. തല്ലുമ്പോൾ അത് കാണുന്നില്ലേ, അത് വേറെ തന്നെ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് പൊട്ടിത്തെറിച്ച് വരും. വെയിൽ കൊണ്ടോണ്ട് പിന്നെ നമുക്ക് അങ്ങനെ പ്രശ്നമില്ല, പെട്ടെന്ന് തന്നെ തല്ലുമ്പോഴത്തേക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് കേട്ടാ ഉഴുന്ന് പിന്നെ പറിക്കുന്നതും ഉണക്കുന്നതും തല്ലുന്നതും ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ അന്നേരം ഉണ്ടായിട്ടില്ല. ഉഴുന്ന് എന്ന് വെച്ചാൽ ഉഴുന്നിന്റെ ചെടിയടക്കം പറിച്ചിട്ടാണ് ഉണക്കാൻ ഇടുക കേട്ടാ. മമ്പയരും ചെറുപയരും അതിന്റെ വിത്ത് മാത്രമാണ് പറിക്കുന്നെങ്കിൽ ഉഴുന്നിന്റെ ചെടിയടക്കം പറിച്ചിട്ടാണ് ഉണക്കാൻ ഇടുക. എന്നിട്ട് തല്ലിയിട്ട് പാറ്റിയിട്ട് എടുക്കുന്നതാണ് കണ്ട. ഇതാണ് ഉഴുന്ന്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.